ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിനാശംസകൾ. പിന്നെ ഇന്നലെ ഒരുപാട് പേർക്ക് അവാർഡുകൾ പ്രഖ്യാപിച്ചു, അവാർഡുകൾ കിട്ടി. ഒന്ന് നമ്മുടെ മമ്മൂട്ടിക്ക്, പ്രിയങ്കരനായ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ അവാർഡ്. അതുപോലെ നമ്മൾ വേടന് കേരള സർക്കാരിൻ്റെ അവാർഡ്. അതുപോലെ വെള്ളാപ്പള്ളി നടേശന്, ഇവർക്കൊക്കെ അവാർഡ് കിട്ടി. പക്ഷെ ഞാൻ ഇതിൽ ശ്രദ്ധിച്ചൊരു കാര്യം, മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടി. അപ്പം മാതൃഭൂമിയുടെ ചാനലുകാർ പോയിട്ട് മമ്മൂട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയിട്ട് എന്ത് തോന്നുന്നു? അപ്പം മമ്മൂട്ടി എല്ലാത്തിനും സന്തോഷം സന്തോഷം സന്തോഷം, എന്ത് ചോദിച്ചാലും സന്തോഷം. അത് ഒരു തരം ഒരു അഹങ്കാരത്തിൻ്റെ ഫീലാണ് എനിക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സന്തോഷം എന്ന് പറയുന്നത്, സന്തോഷം കൊടുക്കേണ്ടത് ജനങ്ങൾക്കാണ്. ജനങ്ങളാണ് നിങ്ങളെ ഇങ്ങനെ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത്. അപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് ജനങ്ങൾക്കൊരു നന്ദി പറയണം. അല്ലാതെ ഞാൻ എല്ലാത്തിലും ഒരു അഹങ്കാരിയായിട്ടൊരു ഞാൻ സന്തോഷം സന്തോഷം സന്തോഷം, അതൊന്നും എനിക്കൊരു നിങ്ങളെപ്പോലത്തെ ഒരു വലിയൊരു ആക്ടർക്ക് അത് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ വേടൻ അവാർഡ് കൊടുക്കേണ്ട ആവശ്യം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. വേടനൊക്കെ ഇത്ര വലിയ ഒരു സിംഗറാണോ? ഞാനൊരു പാട്ടുകാരനിൽ ഇത്ര വലിയൊരു പാട്ടുകാരനാണെന്ന് അവൻ്റെ സംഗീതത്തിലൊന്നും വലിയ മതിപ്പൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇത് വെറുതെ എന്തൊക്കെയല്ലോ ഇങ്ങനെ പാടുകയാണ്. ആ സംഗീതത്തിനൊരു ഭംഗിയില്ല, അത് കേൾക്കാനൊരു സുഖമില്ല. അപ്പോൾ സംഗീതം പഠിച്ചവരൊക്കെ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുകയാണ്. ഇവരെ പോലത്തെ ആൾക്കാരാണ് ഇപ്പം മടിച്ചുകൊണ്ട് എന്തൊക്കെയല്ലോ പാടുന്ന. കുറേ ആൾ പോകുന്നു, തുള്ളുന്നു, കുറേ ആൾ മരിക്കുന്നു, കുറേ ഫാൻസ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇവർക്കൊക്കെ ഫാൻസ്? എന്ത് ചെയ്തിട്ട് ഇവർക്കൊക്കെ ഫാൻസ്? എന്ത് സംഗീതത്തിനാണ് ഇവർ ഫാൻസ് ഉണ്ടാവേണ്ടത്? അതുപോലെ കാണാൻ കഴിഞ്ഞു ഈ ഡബ്സി കിപ്സി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ഡബ്സിയൊക്കെ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെ പോയി സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ അവന് നമ്മൾ ഇന്ന് തുടങ്ങുമ്പോൾ അവന് ഇറന്നാണ് തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു, എണ്ടെന്ന്. അതുകൊണ്ട് എവിടെ പോയി കഴിഞ്ഞാൽ ഇറാണ്. അപ്പം നിങ്ങൾക്ക് എന്തേലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ, ഇതിൽ എന്തേലും ഈ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരു പക്ഷേ ഞാൻ പറയുന്നത് 100% കറക്റ്റായിരിക്കും, ഇല്ലെങ്കിൽ അറിയിക്കും.